ലഹരി ഉപയോഗിക്കരുതെന്ന് ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടോ? കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണെന്ന് ബൈബിളിലോ ഖുറാനിലോ പറയുന്നില്ലല്ലോ. പിന്നെ എന്താണ് കുഴപ്പം? കോട്ടയം പള്ളിക്കത്തോടിൽ കഞ്ചാവുമായി പിടിയിലായ യുവാവ് പറഞ്ഞ വാദങ്ങളാണിത്. ലഹരി ഉപയോഗിച്ച ശേഷം ആരും അക്രമം കാട്ടാറില്ല, അത് കിട്ടാതെ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നതെന്ന് പറയുന്ന സ്റ്റെഫിൻ ദേവസ്യ എന്ന ചെറുപ്പക്കാരന്റെ വാക്കുകൾ ഒരു തുറന്നു പറച്ചിലാണ്. അതെ, ലഹരിക്കടിമകളായവർക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരിക്കൽ കിട്ടാതെ വന്നാൽ അക്രമികളാകാം, അമ്മയെയും അച്ഛനെയും കൊലപ്പെടുത്താം. അതുമാത്രമല്ല കേട്ടോ ലഹരി വിതയ്ക്കുന്ന വിപത്ത്. മലപ്പുറത്ത് കാമുകിക്ക് ലഹരി നൽകി 5 വർഷത്തോളം പീഡിപ്പിച്ച ഒരു യുവാവിന്റെ ചതിയുടെ കഥ കൂടിയുണ്ട്. മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവരെക്കുറിച്ചും പറയാനുണ്ട്. കൊല്ലത്ത് യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിന് പിന്നിലും ലഹരിയാണോ വില്ലൻ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സിനിമ കഥ പോലെ പ്രണയവും ആഘോഷവും ദുരന്തങ്ങളും നിറഞ്ഞ മലപ്പുറം കോട്ടയ്ക്കലിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം. +2 പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ പ്രണയം. വീട്ടുകാരറിയാതെ കാമുകനൊപ്പം അവൾ പലയിടത്തും ചുറ്റിക്കറങ്ങി. മാതാപിതാക്കളെക്കാൾ ആൺസുഹൃത്തിനെ സ്നേഹിച്ചു. എന്നാൽ മകളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അവൾ ലഹരിക്കടിമയാണെന്ന് കുടുംബം മനസ്സിലാക്കിയത്. പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ മാസങ്ങൾ നീണ്ട ചികിത്സ. ലഹരിയിൽ നിന്നും മുക്തി നേടിയപ്പോഴാണ് കാമുകനായ വേങ്ങര സ്വദേശി അബ്ദുൾ ഗഫൂറിന്റെ ചതി ആ പെൺകുട്ടി തിരിച്ചറിയുന്നത്. ഭക്ഷണത്തിൽ രാസലഹരി നൽകിയായിരുന്നു ലൈംഗിക പീഡനം. അവൾ അറിയാതെ പകർത്തിയ നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടി. കേസിൽ പോക്സോ വകുപ്പ് ചുമത്തി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി നൽകി ലഹരിക്കടിമയാക്കിയാണ് പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചത്. 2020 +1 വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം 2025 മാർച്ച് വരെ തുടർന്നതായി പോലീസ് പറയുന്നു. അതിജീവിതയുടെ നഗ്നദൃശ്യം പകർത്തിയ പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തു. ഏറെ നാളത്തെ ചികിത്സയെ തുടർന്ന് ലഹരി ഉപയോഗത്തിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. കോട്ടക്കൽ പോലീസാണ് പ്രതി 23-കാരനായ അബ്ദുൾ ഗഫൂറിനെ അറസ്റ്റ് ചെയ്തത്. പ്രണയം നടിച്ചായിരുന്നു യുവാവ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ സമയത്താണ് ലഹരിക്കടിമയാണെന്ന് പെൺകുട്ടി പോലും തിരിച്ചറിയുന്നത്. ഇതിന് പിന്നാലെ പെൺകുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ചികിത്സയിലൂടെ പെൺകുട്ടി ലഹരിയിൽ നിന്ന് മുക്തയായി. പിന്നാലെയാണ് വർഷങ്ങൾ നീണ്ട പീഡന വിവരങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. തുടർന്ന് വീട്ടുകാർ കോട്ടക്കൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു. അതിനധികം സൗഹൃദം നടിച്ച ശേഷം, അടുത്ത പരിചയമായ ശേഷം, പിന്നീട് ഫുഡ് കഴിക്കാനായി കുട്ടിയെ വിളിക്കുക. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തിക്കുന്നത്. അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റ് ലൈംഗികരണം ഉപയോഗിക്കുക. അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക. അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടിയ ഇടപെടലിൽ മെല്ലെ ഈ മറ്റ് ഡ്രഗ്സിന്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെണിയിലാണ് താൻ അകപ്പെട്ടത് മനസ്സിലാവുന്നത്. പോലീസിന് സഹായം തേടുന്നത്. നമ്മൾ ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ MDMA വിറ്റതിന് മറ്റൊരു കേസുമായിട്ട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രണയം നടത്താൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് അടിമയാക്കിയിട്ട് പിന്നീട് ലൈംഗിക പീഡനം നടത്തുന്ന ഈ ഒരു സിസ്റ്റം രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സമയമാണിത്. സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം നടത്തിയ ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ ഗഫൂർ നേരത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പ്രതിയെ പോക്സോ കേസ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു.
ന്യൂസ് 18 തിരൂർ. മദ്യലഹരിയിൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ചില മനുഷ്യജന്മങ്ങൾ. നൊന്തു പ്രസവിച്ച സ്വന്തം അമ്മയോട് പോലും ലൈംഗിക അതിക്രമം കാട്ടുന്നവർ വെറുക്കപ്പെട്ടവരാണ്. അത്രയ്ക്കും അപകടകാരികളാണ്. തിരുവനന്തപുരം പള്ളിക്കൽ പകൽക്കുറിയിൽ വയോധികയായ മാതാവിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച മകന്റെ ക്രൂരതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പകൽക്കുറി ആശാൻവിള സ്വദേശിയായ 46-കാരനാണ് മദ്യലഹരിയിൽ വൃദ്ധമാതാവിന് നേരെ അതിക്രമം കാട്ടിയത്. കിടപ്പ് രോഗിയായ 85-കാരിക്ക് നേരെയായിരുന്നു പീഡന ശ്രമം. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു മകന്റെ കൊടും ക്രൂരത. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്ത് മദ്യലഹരിയിലെത്തിയ ഇയാൾ വൃദ്ധമാതാവിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഈ സമയം പ്രതിയുടെ സഹോദരന്റെ മകൾ വീട്ടിൽ എത്തിയതോടെ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടെ നിലത്തു വീണ് പരിക്കേറ്റ ഇയാളെ ബന്ധുക്കളും സമീപവാസികളും ചേർന്ന് പിടിച്ചുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. പകൽക്കുറി ആശാൻവിള സ്വദേശിയായ 46-കാരനാണ് 85 വയസ്സുള്ള അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡനശ്രമത്തിനിടെ പരുക്കേറ്റ വൃദ്ധയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാനും മാസം മുമ്പ് പക്ഷാഘാതമുണ്ടായ വൃദ്ധയുടെ സംസാരശേഷി ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു. വീഴ്ചയിൽ പരിക്കേറ്റതിനാൽ പ്രതിയെയും പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പള്ളിക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ബൈബിളിലോ ഖുറാനിലോ പറയുന്നില്ല. കഞ്ചാവ് കഴിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റ് ആണ്. ആരും ആക്രമണം നടത്താറില്ല. കോട്ടയത്ത് ലഹരിയുമായി പിടിയിലായ യുവാവ് പോലീസിനോട് പറഞ്ഞ ന്യായങ്ങളാണിത്. പള്ളിക്കത്തോട് പോലീസ് പിടികൂടിയ സ്റ്റെഫിൻ ദേവസ്യ ആള് ചെറിയ കക്ഷിയൊന്നുമല്ല കേട്ടോ. ഈ മേഖലയിലെ പ്രധാന ലഹരി കച്ചവടക്കാരനാണ്. പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ ഇങ്ങനെയാണ് ഉപദേശിക്കുന്നതെങ്കിൽ സാധാരണ കുട്ടികളെ എങ്ങനെയായിരിക്കും ലഹരിയുടെ കെണിയിൽപ്പെടുത്തുക? നമ്മുടെ നാട്ടിലെ മക്കളുടെ സ്നേഹത്തോടെ പറയട്ടെ, ഇതുപോലുള്ള പൊള്ള വാക്കുകൾ കേട്ട് വിശ്വസിക്കരുതേ. ബൈബിളിലും ഖുറാനിലും സർക്കാർ മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? പ്രതിയെ പിടികൂടിയാൽ മാത്രം പോരാ, അവരുടെ ഉപദേശം കൂടി കേൾക്കണം. അതും കഞ്ചാവിനെ കുറിച്ചും മറ്റ് മയക്കുമരുന്നുകളെ കുറിച്ചും. കോട്ടയം പള്ളിക്കത്തോട് പോലീസിനാണ് ഇങ്ങനെ ഒരു ദുർവിധി നേരിടേണ്ടി വന്നത്. ശാസ്ത്രീയമായും മതപരമായും എല്ലാം ദുർവ്യാഖ്യാനം നടത്തി പോലീസിനെ ഉപദേശിക്കുകയാണ് കഞ്ചാവ് കേസ് പ്രതിയായ സ്റ്റെഫിൻ ദേവസ്യ. ബൈബിളിലും ഖുറാനിലും സർക്കാർ മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? എന്തോന്നാ ഈ പറയുന്നത്? ഇതിന്റെ ബ്രൗൺ ഷുഗറും മറ്റു കാര്യങ്ങളും ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോൾ സാറിന് വേണം അന്വേഷിച്ചു. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കും. അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നമൊന്നുമില്ല. സാറിന് സംശയം ചോദിക്കുക. എന്റെ കസ്റ്റമർ ലൈഫ് സീക്രട്ട് നിങ്ങൾ കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിനാണ്, നീലച്ചരൻ. അത് പറയുമ്പോൾ ആർക്കും കിട്ടില്ല. കഞ്ചാവിന്റെ ഇഞ്ച വന്നല്ലേ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് സ്പീക്കർ ഫോണിലിട്ട് കേൾപ്പിക്കാമെന്ന് വരെ സ്റ്റെഫിൻ പോലീസിനോട് പറയുന്നുണ്ട്. എന്നാൽ കേൾപ്പിക്കെന്ന് പോലീസ് പറഞ്ഞെങ്കിലും അതിന് വഴങ്ങിയില്ല. നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണ് സൈലന്റാന്ന് പറയുന്നത്. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാ, ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിൽ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു, ഇത് കിട്ടിയില്ല ദേഷ്യം. അതാണ് ഇതിന്റെ മദ്യം നേരെ പിടിച്ച് മദ്യം അടിക്കുന്ന ദേഷ്യം ഇല്ലെങ്കിൽ സൈലന്റ്. ഏതായാലും സാധാരണക്കാരായ കുട്ടികൾക്കിടയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഞ്ചാവ് വിപണനം എന്നതാണ് ഞെട്ടിക്കുന്നത്. ഇവരുടെ കെണിയിൽ കുട്ടികൾ വീഴാതിരിക്കാൻ ഇപ്പോൾ നടത്തുന്ന ബോധവൽക്കരണമൊക്കെ പോരാതെ വരും. ന്യൂസ് 18 കോട്ടയം.
സുഹൃത്തുക്കളുമൊത്ത് വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ദുരന്തങ്ങൾ സംഭവിച്ചാലും അതിശയപ്പെടാനില്ല. ഇടുക്കി നെടുങ്കണ്ടത്ത് യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് മദ്യപാനത്തിന് ശേഷമാണ്. കഴിഞ്ഞ രാത്രി ഇതര സംസ്ഥാന തൊഴിലാളിയും ഭാര്യയും സുഹൃത്തും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു. പിന്നാലെ മൂവരും ഉറങ്ങാനായി കിടന്നു. ഇടയ്ക്ക് ഭർത്താവ് എഴുന്നേറ്റപ്പോൾ കണ്ടത് സുഹൃത്തും ഭാര്യയും ഒന്നിച്ച് കിടക്കുന്നതാണ്. പിന്നാലെ വാക്കേറ്റവും കയ്യാങ്കളിയും. ഒടുവിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി. അസം ചിരാങ് സ്വദേശി ബലേട്ടുഡുവാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് ഷാനിച്ചാർ മാണ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു മാസം മുമ്പാണ് ഇരുവരും ജോലിക്കായി പുഷ്പകണ്ഠത്തെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് ഇവരുടെ സുഹൃത്ത് താമസ സ്ഥലത്തെത്തുകയും മൂവരും ഒരുമിച്ച് മദ്യപിക്കുകയും ചെയ്തു. തുടർന്ന് പുരുഷന്മാർ രണ്ടുപേരും വീട്ടിലും ബലേട്ടുഡു സമീപത്തെ ഷെഡിലുമായി കിടന്നുറങ്ങി. രാത്രിയിൽ സുഹൃത്തിനെ കാണാതായതോടെ ഷാനിച്ചാർ അന്വേഷിച്ചപ്പോൾ സമീപത്തെ ഷെഡിൽ ഇരുവരെയും ഒരുമിച്ച് കാണുകയായിരുന്നു. തുടർന്ന് വാക്കേറ്റവും അടിപിടിയും ഉണ്ടായി. അടിയേറ്റ സുഹൃത്ത് ഏലക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഇതിനുശേഷം ഭാര്യയെ ഇയാൾ മർദ്ദിക്കുകയായിരുന്നു. തടിക്കഷ്ണം ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തിയതോടെ ബോധരഹിതയായ ഇവരെ വലിച്ചിഴച്ച് വീടിനുള്ളിലിട്ടു. തിങ്കളാഴ്ച രാവിലെ തൊഴിലുടമയെ വിളിച്ച് ഭാര്യ മരിച്ചതായി അറിയിക്കുകയും ചെയ്തു. രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെയും അയാളുടെ സുഹൃത്തിനെയും. ഇത് അടിക്കടി ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കർശനമായ ഒരു പരിശോധനയും ഉണ്ടായിരിക്കും. തൊഴിലുടമകൾ ഇനി ഇവിടെ വരുന്നവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ട് ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറില്ല. പ്രതിയെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 ഇടുക്കി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാൻ കുറ്റം സമ്മതിച്ചു. പോലീസിന് തെളിവുകളും കിട്ടി. എന്നാൽ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത് ഉമ്മ ഷെമിയുടെ മൊഴിയാണ്. മകൻ ചെയ്ത കൂട്ടക്കൊല തിരിച്ചറിഞ്ഞിട്ടും കട്ടിലിൽ നിന്നും വീണുണ്ടായ അപകടമെന്ന മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷെമി. മകനെ സംരക്ഷിക്കാനുള്ള ഒരമ്മയുടെ ശ്രമമായി മാത്രം അതിനെ കണ്ടാൽ മതി. ഒരിക്കൽ അവർക്ക് സത്യം തുറന്നു പറയേണ്ടി വരും. കേസിൽ അഫാനെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയ കേസിലാണ് 3 ദിവസത്തെ കസ്റ്റഡി. പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ പാങ്ങോട്ടെ വീട്ടിലും പിതാവിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ വീട്ടിലും നേരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. അനുജനെയും കാമുകിയെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത പ്രതിയുടെ സ്വന്തം വീട്ടിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ളത്. ഇതിനകം തന്നെ പ്രതി അഫാൻ കുറ്റസമ്മതമൊഴി നൽകിയിട്ടുണ്ട്. 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായാൽ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതേസമയം കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന മൊഴി അഫാന്റെ മാതാവ് ഷെമി ആവർത്തിക്കുകയാണ്. എന്നാൽ കേസിന്റെ പുരോഗതിയെ ഇത് കാര്യമായി ബാധിക്കില്ലെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും CCTV ദൃശ്യങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും പ്രതിയുടെ തന്നെ കുറ്റസമ്മത മൊഴിയും ശിക്ഷ വാങ്ങി നൽകാൻ പര്യാപ്തമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മക്കൾ എത്ര വലിയ തെറ്റു ചെയ്താലും ഏതൊരമ്മയും അവരോട് ക്ഷമിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അമ്മമാരുടെ മനസ്സ് അത്രത്തോളം ദയയും കരുണയും നിറഞ്ഞതാണ്. എന്നാൽ ഇങ്ങനെയല്ലാത്ത ചില സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയണം. കൊല്ലം കടയ്ക്കലിൽ മകൻ താമസിച്ചു വന്ന വീട് തീയിട്ട് നശിപ്പിച്ചത് പെറ്റമ്മയാണ്. കടയ്ക്കൽ സ്വദേശിനി വിമലയാണ് മകൻ ദിനുവും ഭാര്യ അഞ്ജലിയും 2 കൊച്ചുമക്കളും താമസിച്ചിരുന്ന വീടിന് തീയിട്ടത്. മകൻ ജാതി മാറി വിവാഹം കഴിച്ചതിലുള്ള വിരോധം കാരണമാണ് ആക്രമണമെന്നാണ് ആക്ഷേപം. ആക്രമണത്തിൽ വീട് പൂർണ്ണമായും കത്തിനശിച്ചു.
സംഭവത്തിൽ കടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉടുതുണി മാത്രം ബാക്കിയാക്കി വസ്ത്രങ്ങൾ ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും പൂർണ്ണമായി തീയിട്ട് നശിപ്പിച്ചു എന്നാണ് ദിനുവിന്റെ പരാതി. കുടുംബം പുറത്തുപോയ സമയത്താണ് വീടിന് തീവച്ചത്. ദിനുവിന്റെ അമ്മ വിമലയാണ് വീടിന് തീവച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒരുപാട് പ്രാവശ്യം ഇവരെന്നെ ശാരീരികമായി ഇവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോഴും ഞങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ വേണ്ടാന്ന് കരുതി ഞങ്ങൾ മാറിക്കൊടുക്കുന്നുണ്ട്. മാറുന്നതനുസരിച്ച് അവർക്കതൊരു എളുപ്പമായി പൊയ്ക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നെ പറ്റി അറിയാൻ പറ്റുന്നില്ല. വീടിൻ്റെ എല്ലാ ഭാഗവും പൂർണ്ണമായും കത്തി നശിച്ചു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനോ മറ്റൊന്നിനോ ഒന്നും പറ്റുന്നൊരവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ. നമ്മൾ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ച് 2 വീടുണ്ട്. ഈ 2 വീട്ടിലത്തേക്കും ഒരു വീട്ടിലേക്ക് 2018 അവർ ഓർഡർ വാങ്ങിച്ചിട്ട് ഞങ്ങളെ കയറാൻ അനുവദിച്ചിട്ടില്ല. അന്ന് മുതൽ അവർക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അവർ നമ്മളെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്. പ്രശ്നങ്ങൾ വലുതാക്കണ്ടെന്ന് കരുതി, വലുതാക്കണ്ടെന്നുള്ളതല്ല, നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവർ ഞങ്ങളെ വീണ്ടും ഇങ്ങനെ പുറത്താക്കുന്നുണ്ട്. ദിനുവും കുടുംബവും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് വിമല പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താമസിക്കാൻ അവകാശമുണ്ടെന്ന് കാട്ടി ഇവർ കോടതി ഉത്തരവ് നേടി. ഇതിന്റെ വിരോധം മൂലമാണ് വീടിന് തീയിട്ടത് എന്നാണ് ആരോപണം. ദിനു ജാതി മാറി വിവാഹം കഴിച്ചതിലുള്ള വിരോധം മൂലമാണ് അമ്മ ദ്രോഹിക്കുന്നതെന്നും ദിനുവിന്റെ പരാതിയിൽ പറയുന്നു. ഇവിടെ താമസമായപ്പോൾ ഇവിടെ വന്നിട്ട് എവിടെന്നെങ്കിലും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ താമസിക്കാക്കത്തില്ലെന്നും പറഞ്ഞ് അമ്മ ഇവിടെ വന്ന് ഫ്ലോ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇല്ലാത്ത സമയത്താണ് ഇന്നലെ നമ്മളൊരു 4 മണി സമയത്ത് ഇവിടെ നിന്ന് പുറത്തു പോയ സമയത്ത് പിന്നെ ഇവിടെ വന്ന് ബേക്കിൽ കത്തിക്കുകയാണ് ഉണ്ടായത്. ബേക്കിൽ വിറവ് വരെയായിരുന്നു. വിറവ് തീയിട്ടിട്ട് പോവുകയാണ്. അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകിൽ ഞാൻ ഇതിനകത്ത് ഇറന്ന് തൂങ്ങും, അല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവിക്കാൻ നമ്മക്കില്ല, വീട് തീ വയ്ക്കും എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണിത്. ഈ സ്റ്റേഷനിലൊക്കെ പലവട്ടം പറഞ്ഞ് കേസ് കൊടുക്കുകയും പറയുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. സംഭവത്തിൽ കടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച വിമലയ്ക്ക് ബോധക്ഷയം വന്നതോടെ ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഈ നാട്ടിൽ പെൺകുട്ടികൾ എങ്ങനെ ഭയം കൂടാതെ ജീവിക്കും? സ്വന്തം വീട്ടിലും പൊതുസ്ഥലത്തും അവർ സുരക്ഷിതരല്ല. കൊല്ലം അഞ്ചലിൽ സ്കൂളിൽ നിന്നും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പുറത്തിറങ്ങിയ 14-കാരിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. അഞ്ചൽ കോളേജ് ജംഗ്ഷനിലെ ഫോട്ടോസ്റ്റാറ്റ് ഉടമ സുരേഷ് കുമാർ പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാട്ടിയെന്നാണ് പരാതി. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ എത്തിയപ്പോൾ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കടയിൽ വന്ന 14-കാരിയെ 59-കാരനായ സുരേഷ് കടയ്ക്കുള്ളിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് കേസ്. സുരേഷിനെ തട്ടിമാറ്റിയ കുട്ടി കരഞ്ഞുകൊണ്ട് സ്ഥാപനത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചു. സ്കൂളിൽ നിന്നാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ വകുപ്പ് രജിസ്റ്റർ ചെയ്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുളത്തുപുഴ സ്വദേശിയായ സുരേഷ് വർഷങ്ങളായി അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ ഫോട്ടോസ്റ്റാറ്റ് സ്ഥാപനം നടത്തിവരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. ചെമ്മീൻ കെട്ടും മത്സ്യകൃഷിയും ഒക്കെ നടത്തി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമുണ്ട് കൊച്ചി വല്ലാർപാടത്ത്. മത്സ്യഫാം ഉടമ പോളും ഭാര്യ വിന്നിയും ഇങ്ങനെയാണ് കുടുംബം പോറ്റിയിരുന്നത്. അതിനിടെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക CPM പ്രവർത്തകരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരിക്കൽ ഒരു നേതാവ് പോളിന് നേരെ വധഭീഷണി മുഴക്കി. ഒടുവിൽ ഭാര്യയ്ക്ക് നേരെ ആക്രമണവും. കഴിഞ്ഞ രാത്രി ചെമ്മീൻ കെട്ടിന് സമീപത്ത് വെച്ചാണ് സംഘടിച്ചെത്തിയവർ വിന്നിയെ ക്രൂരമായി ആക്രമിച്ചത്. ഇരുമ്പ് വടി കൊണ്ടുള്ള ആക്രമണത്തിൽ വീട്ടമ്മയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ മുളവുകാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്.
കൊച്ചി വല്ലാർപാടം സ്വദേശി പോൾ പീറ്ററിന്റെ ഭാര്യ വിന്നിക്ക് നേരെ ഞായറാഴ്ച രാത്രിയാണ് മുഖംമൂടി സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. ഇവരുടെ ചെമ്മീൻ കെട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാൻ വിന്നി വാഹനത്തിനടുത്ത് നിൽക്കുമ്പോഴാണ് 3 അംഗ സംഘം അവിടെ എത്തിയത്. ഇതോടെ വീട്ടമ്മ ഭർത്താവിനെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു. അതോടെ സംഘത്തിലെ ഒരാൾ ഓടിയെത്തി ഇരുമ്പുവടി കൊണ്ട് തലയ്ക്ക് പിന്നിൽ അടിക്കുകയായിരുന്നു. നിലത്ത് വീണ വിന്നിയെ ഇരുമ്പുവടി ഉപയോഗിച്ച് സംഘം ചേർന്ന് മർദ്ദിച്ചു. ആക്രമണത്തിൽ വിന്നിയുടെ തലയ്ക്കും കൈക്കും ഗുരുതരമായ പരിക്കേറ്റു. തലയിൽ 20ഓളം സ്റ്റിച്ചുകളുണ്ട്. കൈക്കും ഒടിവുണ്ട്. ഗുരുതര പരിക്കേറ്റ വിന്നി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മുളവുകാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തന്റെ ഫാമുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോൾ പീറ്റർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക CPM നേതാവ് വധഭീഷണി മുഴക്കിയിരുന്നുവെന്നും മുളവുകാട് പോലീസിൽ പരാതി നൽകിയിരുന്നതായും പോൾ വ്യക്തമാക്കി. പോളിനെ അന്വേഷിച്ചു വന്ന സംഘമാണ് ഭാര്യ വിന്നിയെ ആക്രമിച്ചതെന്നാണ് നിഗമനം. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. കഴിഞ്ഞ ദിവസം പിടിയിലായ 3ാം വർഷ വിദ്യാർത്ഥി അനുരാജിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചു. അനുരാജ് കഞ്ചാവ് വാങ്ങാനായി ഗൂഗിൾ പേ വഴി പണം നൽകിയതായും പോലീസ് കണ്ടെത്തി. സംസ്ഥാനത്താകെ ലഹരിക്കെതിരായ പരിശോധനകൾ പോലീസും എക്സൈസും തുടരുകയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഞായറാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 254 പേരാണ് പിടിയിലായത്. കളമശ്ശേരിയിൽ ഇന്നലെ പിടിയിലായ അനുരാജ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പക്കൽ നിന്നും 4 കിലോ കഞ്ചാവ് വാങ്ങിയിരുന്നെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. ഇതിൽ 2 കിലോയാണ് പോളിടെക്നിക് ഹോസ്റ്റലിൽ എത്തിച്ചത്. അനുരാജ് മറ്റാർക്കൊക്കെ കഞ്ചാവ് നൽകിയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ അന്യസംസ്ഥാനക്കാരന് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ആലുവയിൽ വെച്ചാണ് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് പറയുന്നു. അനുരാജും പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കും ഷാലിക്കും അടങ്ങുന്ന സംഘമാണ് ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. അനുരാജ് കഞ്ചാവ് വാങ്ങാനായി 10,000 രൂപ ഗൂഗിൾ പേ വഴി നൽകിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പരിശോധന ശക്തമാക്കും. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ ക്യാമ്പസുകളിൽ പരിശോധന നടത്താനാണ് തീരുമാനമെന്നും പോലീസ് അറിയിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ ബീഹാർ സ്വദേശി ചന്ദര പോലീസിന്റെ പിടിയിലായി. തൃക്കരിപ്പൂർ ഈസ്റ്റ് മെട്ടമ്മലിലെ സൈനുദ്ദീൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സലീം അൻസാരിയെയാണ് ചന്ദേര SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 17 ചെറിയ കവറുകളിലായി വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരുന്ന കഞ്ചാവ് പ്രതിയിൽ നിന്നും പിടികൂടി. ന്യൂസ് 18 കൊച്ചി. പോലീസ് പട്രോളിൽ പരിശോധിക്കുന്നത് കോട്ടയത്ത് പോലീസുകാരനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ്. കഴിഞ്ഞ ദിവസമാണ് മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ അരുൺ ബാബു ഗാന്ധിനഗർ സ്റ്റേഷനിലെ പോലീസുകാരനായ സുനു ഗോപാലിനെ ആക്രമിച്ചത്. കേസിൽ പ്രതി അരുൺ ബാബുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പോലീസുകാരനെ കുത്തിയ SH മൗണ്ടിലും മോഷണം നടത്തിയ മല്ലുശ്ശേരിയിലെ വീട്ടിലുമായിരുന്നു തെളിവെടുപ്പ്. ഇയാൾ ലഹരിക്കടിമയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കാണ് SH മൗണ്ടിൽ നസ്രത്ത് മഠത്തിന് മുന്നിൽ വെച്ച് CPO സനു മാർച്ച് 5 നടന്ന മോഷണക്കേസിലെ പ്രതിയെ പിടികൂടുമ്പോഴായിരുന്നു ആക്രമണം. ഈ സ്ഥലത്തെത്തിയാണ് പ്രതി അരുൺ ബാബുവുമായി പോലീസ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. സംഭവത്തെക്കുറിച്ച് പ്രതി പോലീസിനോട് വിവരിച്ചു. ഞാൻ അവിടെ നിന്ന് കയറി വന്നു, അവിടെ അങ്ങോട്ട് കടയിലോട്ട് കഴിക്കാൻ പോകുമായിരുന്നു. ഇതിലിങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേനും അവിടെ പോലീസ് വണ്ടി വന്നു.
തൊട്ടു പിന്നാലെ മള്ളുശ്ശേരിയിൽ മോഷണം നടന്ന വീട്ടിലും പോലീസ് പ്രതിയുമായി എത്തി. മാർച്ച് 5-ന് മോഷണം നടത്തിയത് എങ്ങനെയാണെന്ന് വീട്ടമ്മയുടെ സാന്നിധ്യത്തിൽ പ്രതി പോലീസിനോട് വിശദീകരിച്ചു. പ്രാർത്ഥനയായിരുന്നു വെച്ചിരുന്നത് ജീവിക്കാറ്. അമ്മച്ചി ഒരു 10 മണി 11 മണിയൊക്കെ അടുത്ത് വരെ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അമ്മച്ചി ആദ്യം പേടിച്ചായിരുന്നു, പക്ഷെ അത് പേടിയും കാര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു അത് ആളുകളൊക്കെ പോകാൻ വേണ്ടി, ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ കടക്കാനും വേണ്ടി. മാല ഊരി മേടിക്കുമായിരുന്നു. കാലി അമ്മച്ചിയുടെ കയ്യില് വേറെ ഒന്നും എടുത്തിട്ടില്ല, മാല മാത്രമേ ഉള്ളൂ. 1000 രൂപ എനിക്ക് തന്നിട്ടുണ്ട്. 1350 രൂപ അല്ല, അമ്മച്ചി ഓടിയതാ. എന്റെ കൈ കത്തി ഇരിപ്പുണ്ടായിരുന്നു, തന്നെ അങ്ങോട്ടാണ്, ഞാൻ മുറിച്ചതല്ല. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സനു ഗോപാലിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ന്യൂസ് 18 കോട്ടയം. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ് ചിട്ടി കമ്പനികളിൽ പണം നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെട്ടാലോ അതൊരാൾക്കും സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെ ചിട്ടി തട്ടിപ്പ് നടത്തി മുങ്ങുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? പാറശാല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നിർമ്മൽ കൃഷ്ണ എന്ന ചിട്ടി കമ്പനി 600 കോടി രൂപയോളമാണ് തട്ടിയെടുത്തത്. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സാധാരണക്കാരായ ആളുകളാണ് തട്ടിപ്പിന്റെ ഇരകൾ. പണം നഷ്ടപ്പെട്ടവർ നീതി തേടി ഒടുവിലെത്തിയത് മുഖ്യമന്ത്രിക്ക് മുന്നിലാണ്. ഒടുവിൽ നിർമ്മൽ കൃഷ്ണ ചിട്ടി തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കാൻ തീരുമാനമായിരിക്കുന്നു. കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് നിർമ്മൽ കൃഷ്ണ ചിട്ടി കമ്പനി നടത്തിയത്. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സാധാരണക്കാരായ ആളുകളാണ് തട്ടിപ്പിന് ഇരയായത്. വലിയ തുകകൾ നിക്ഷേപിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. നിക്ഷേപകരുടെ സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണത്തിനുള്ള തീരുമാനം. തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നുകൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം. 2017 കാലഘട്ടത്തിലാണ് കേരള തമിഴ്നാട് അതിർത്തിയിലെ പളുകൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിർമ്മൽ കൃഷ്ണ ചിട്ടി ഫണ്ട് നടത്തിപ്പുകാർ നിക്ഷേപകരെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. പാറശാല, തിരുവനന്തപുരം, മാരായമുട്ടം, കുന്നത്തുകാൽ തുടങ്ങിയ ഇടങ്ങളിലും സ്ഥാപനങ്ങളുണ്ടായിരുന്ന നിർമ്മൽ കൃഷ്ണ ചിട്ടി ഫണ്ടിന്റെ സാമ്പത്തിക തട്ടിപ്പ് അക്കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ത്തിലധികം നിക്ഷേപകരിൽ നിന്ന് 600 കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. ഇതിൽ 10,000-ൽ പരം പരാതികൾ കേരളത്തിൽ നിന്നുള്ളതാണ്. തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോയെങ്കിലും പിന്നീട് സ്ഥിതി വിപരീതമായി. നിക്ഷേപം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് നടത്തിയ അദാലത്തുകൾ ഇരകളായവർക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നുവെങ്കിലും പിന്നീട് നടപടികൾ ഉണ്ടായില്ല. 2022-ൽ മധുര കോടതി മുഖ്യപ്രതി നിർമ്മലന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും ഇയാളുടെ ഉന്നത ബന്ധങ്ങൾ മൂലം നടപടികൾ മന്ദഗതിയിലായതായി നിക്ഷേപകർ ആരോപിക്കുന്നു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വ്യാപകമായി നടന്നു. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കോടതിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ മൂലം ബഡ്സ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മാരായമുട്ടം കണ്ടോൺമെന്റ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിർമ്മൽകൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതിയുടെ പരാതിയിൽ മുകളിൽ ബഡ്സ് ഗവൺമെന്റ് അതോറിറ്റി 2023-ൽ ഈ സ്ഥാപനങ്ങളുടെ സ്ഥാപന ജന്മ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബഡ്സ് ഗവൺമെന്റ് അതോറിറ്റികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും താഴെ തട്ടിൽ നടപ്പിലാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നു. ബഡ്സ് ആക്ട് 2019 പ്രകാരം പരാതിയുമായി നിക്ഷേപക സംരക്ഷണ സമിതി രംഗത്തെത്തിയതിന്റെ ഫലമായാണ് അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. ഇനിയെങ്കിലും നിക്ഷേപകർക്ക് നീതി ലഭിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര.
കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ചേർത്തലയിൽ 4 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിക്ക് 110 വർഷം തടവ് ശിക്ഷ. മാരാരിക്കുളം തെക്ക് പൊള്ളേത്തൈ സ്വദേശി രമണ്ണയാണ് ചേർത്തല പ്രത്യേക അതിവേഗ കോടതി ശിക്ഷിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ കുരുമുളക് മോഷ്ടിച്ച 3 പേർ പിടിയിൽ. പിടിയിലായത് കഞ്ഞിക്കുഴി വെൺമണി സ്വദേശികളായ ഡോൺ സണ്ണി, അരുൺ മാത്യു, അഖിൽ എന്നിവർ. ഇടുക്കി അണക്കരയിൽ നിന്ന് ജീപ്പ് മോഷ്ടിച്ച 3 പേരെ വണ്ടൻമേട് പോലീസ് പിടികൂടി. പിടികൂടിയത് ജിഷ്ണു, ഭുവനേഷ്, അജിത് എന്നിവരെ. കണ്ണൂർ കുന്നുംകൈയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭാര്യയ്ക്കും വീട്ടുകാർക്കുമെതിരെ കുടുംബം. ചിറക്കൽ സ്വദേശി അക്ഷയ് തൂങ്ങിമരിച്ചത് വിവാഹമോചനം ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദം താങ്ങാനാവാതെയാണെന്നാണ് ആരോപണം. പോലീസുകാരനായ അച്ഛനെ പോലെ ഒരിക്കൽ കാക്കിക്കുപ്പായം ഇടണമെന്ന് ആഗ്രഹിക്കാത്ത മക്കൾ ഉണ്ടാകില്ല. ആലപ്പുഴ സ്വദേശി ബാലു എന്ന ചെറുപ്പക്കാരനും പോലീസുകാരനാകണമെന്ന് കുട്ടിക്കാലം മുതൽ സ്വപ്നം കണ്ടതാണ്. അങ്ങനെ അച്ഛന്റെ മുന്നിൽ ഒരു ദിവസം ബാലുവും പോലീസ് വേഷത്തിലെത്തി. അച്ഛന് സല്യൂട്ട് നൽകി, പിന്നാലെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആലപ്പുഴയിൽ നടന്ന സബ് ഇൻസ്പെക്ടർ പാസിംഗ് ഔട്ട് പരേഡിന് ശേഷമുള്ള ആ കാഴ്ച വികാരനിർഭരമായിരുന്നു. SI ആയി ജോലിയിൽ പ്രവേശിച്ച ബാലു അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്ത കാഴ്ച കണ്ട് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. കാക്കിക്ക് മേൽ കറപുരുളുന്ന ഈ കാലത്ത് അച്ഛനെ പോലെ ഒരു നല്ല പോലീസുകാരനാകാൻ ബാലുവിന് കഴിയട്ടെ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.